ഇതുവരെ നമ്മൾ കണ്ടത് അമ്പലത്തിനകത്തുള്ള കാഴ്ചകളാണ്. കുറച്ച് മറ്റേ സൈഡിൽ. ഹലോ, നമസ്കാരം. എന്താ വല്ല പരിപാടിക്കുണ്ടോ? അല്ല, വല്ല ഡാൻസിനോ? എല്ലാരും ഒരേ കോസ്റ്റ്യൂം കണ്ടപ്പോ നിങ്ങളെ രണ്ടുപേരെ അറിയാവുന്നതാണ്, പക്ഷെ പേരറിയില്ലെന്ന് തോന്നുന്നു. സത്യമായിട്ട് രണ്ടുപേരെ എനിക്കറിയാം. ഇപ്പൊ പുറത്തേക്ക് ഇറങ്ങാൻ പോവാണ്. ആ, നമസ്കാരം. എന്താ പൂജാരിമാര് മല കയറാൻ പോവാണ്. അതിന്റെ യാത്രയപ്പ് ചടങ്ങാണെന്ന് തോന്നുന്നു. തീർച്ചയായിട്ടും. അപ്പൊ ഒന്ന് നമഃ ശിവായ നമഃ. പൂജാരിമാര് മല കയറാൻ പോവാണെന്ന് തോന്നുന്നു. അതിന്റെ ഒരു തുടക്കമാണ്. എല്ലാരും ഇവിടെ വന്ന് അനുഗ്രഹമൊക്കെ മേടിക്കുന്നുണ്ട് സ്വാമിമാരുടെ കയ്യിൽ. നമഃ ശിവായ നമഃ. ആദ്യ സ്വാമിയാണോ? ഫസ്റ്റ് ടൈം ആണോ? ഞങ്ങള് കൂടെ കൊണ്ട് വന്നതാ. എന്താണ് ആചാരത്തിനെ പറ്റി ഒന്ന് വിശദീകരിച്ച് പറയാമോ? ഞാനിപ്പോ വയ്യാതിരുന്നേ. പൂജാരിമാര് പോകാൻ തുടങ്ങിയിട്ടില്ല. പൂജാരിമാർ എപ്പോഴാ പോണത്? ആണല്ലേ. ആ, പൂജാരിമാര് പോവാണ്. യാത്രയാണ്, പൂജാരിമാരുടെ യാത്രയാണ്. ആ, ശൂലം പിടിച്ചാളല്ലേ? ആ ആ അതെ അതെ, ഇദ്ദേഹമാണ് പൂജാരി. ആ മുമ്പിൽ പോണ വ്യക്തി. ഇവരുടെ യാത്രയാണ് ഇവിടെ നടക്കുന്നത്. മലപൂജാരിമാരുടെ മലയിലേക്കുള്ള യാത്രയാണ്.
ഇപ്പോ ഒരു നാളെ ഉച്ചയോടുകൂടി തിരിച്ചു വരും. നാളെ ഉച്ചയോടുകൂടി അല്ലേ തിരിച്ചു വരണവര്? നാളെ ഉച്ചയോടുകൂടിയല്ലേ സ്വാമി? നാളെ ഉച്ചയോടുകൂടിയല്ലേ തിരിച്ചു വരണേ? നാളെ ഉച്ചയോടുകൂടിയാണ് ഒരു തിരിച്ചു വരുന്നത്. 2 മണിക്ക് 2 മണിയൊക്കെ ആവും വരുമ്പോ എന്നാണ് പറയണത്. വരുമ്പോ അവിടെ നിന്ന് ഒരു തീർത്ഥവും കൊണ്ടുവരും. ഈ മുളക്കകത്ത് തീർത്ഥവും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അടുത്ത സെറ്റ് വരുന്നുണ്ട്. ഇവരിങ്ങനെ ഓരോ സെറ്റായിട്ട് ഇങ്ങനെ കയറി പോവും. ഫ്രീ അട്ടപ്പാടി. അപ്പൊ ഇവരിങ്ങനെ ഒരു ഘട്ടഘട്ട തിരിച്ചു വരും. വരുമ്പോ ഇന്ന് ഈ പ്രാവശ്യം ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ, പൂജാരിമാര്. കഴിഞ്ഞ പ്രാവശ്യമൊക്കെ കഴിഞ്ഞ 10 പ്രാവശ്യം ഒരു 5-10 പേരുണ്ടായിരുന്നുള്ളൂ. ഒരു 40-ന് മുകളിൽ ആൾക്കാർ ഈ പ്രാവശ്യം ഉണ്ടെന്ന് തോന്നുന്നു. അല്ല, അവരങ്ങോട്ട് പോട്ടെ, ഇനി അങ്ങോട്ടൊന്നും പോകേണ്ട ആവശ്യമില്ല, വേറെ ആൾക്കാരുണ്ടല്ലോ. ഫസ്റ്റ് ടൈം ആണോ? ഫസ്റ്റ് ടൈം ആണോ? എന്റെ പേരെന്താ? സുധീഷ് അല്ലേ? സ്വാമി എത്ര പ്രാവശ്യമാണ്? ഒന്നില്ലേ? ഫസ്റ്റ് പ്രാവശ്യം. സ്വാമി എന്താ പേര്? എത്ര പ്രാവശ്യമാണ്? 4ാമത്തെ. എങ്ങനെ ഉണ്ടായിരുന്നു അനുഭവം ഒക്കെ? അനുഭവമൊക്കെ കുഴപ്പമില്ല, അടിപൊളിയാണ്. പരമേശ്വരന്റെ മല്ലീശ്വരന്റെ സഹായത്തോടു കൂടി അപ്പോ അങ്ങനെ സ്വാമിമാര്, മലപൂജാരിമാര് മല കയറി കഴിഞ്ഞു. ഇനി ഇവിടുത്തെ കുറച്ച് വിശേഷങ്ങളുമായിട്ട് ഇങ്ങനെ നടക്കാം. അട്ടപ്പാടിയുടെ മെയിൻ ഉത്സവങ്ങളിൽ ഒന്നെന്ന് പറഞ്ഞാൽ ഈ ശിവരാത്രി അയ്യപ്പ വിളക്കുമാണ്. ഇവിടുത്തെ വിശേഷങ്ങൾ കണ്ടില്ലെങ്കിൽ, അട്ടപ്പാടിയുടെ ഭംഗി കാണണമെങ്കിൽ, അട്ടപ്പാടിയുടെ ഒരു പ്രൗഢി കാണണമെങ്കിൽ, അട്ടപ്പാടിയുടെ പ്രൗഢി വിളിച്ചു പോകുന്ന ഒരു ഉത്സവമാണ് ഇത്. കാണണമെങ്കിൽ, അട്ടപ്പാടിയുടെ പ്രൗഢി കാണണമെങ്കിൽ ശിവരാത്രിക്ക് വരണം. അതാണ് എല്ലാരും പറയുന്നത്. അതൊരു സത്യമാണ്. നിങ്ങളൊരു വല്ലാത്ത നോർമൽ ടൈമില് ഇവിടെ വന്നാല് നിങ്ങൾ വിചാരിക്കും ഈ അമ്പലത്തിലേക്കാണോ വന്നേന്നുള്ളത്. അങ്ങനെയാണ് ഇരിക്കണത്. ഇനി ഇതിന്റെ ഒരു കളർഫുൾ കാണണമെങ്കിൽ രാത്രിക്കുള്ള വീഡിയോസിൽ കാണണം. അതായാലും അടിപൊളിയായിരിക്കും ഇവിടുത്തെ ഇത്. ഓയ് മൂപ്പ, എന്താ മൂപ്പ? അത് നമ്മളെ മൂപ്പനാണല്ലോ, നമ്മളെ അവിടെയുള്ള ഊരിന്റെ മൂപ്പനാണ്. എങ്ങനെയുണ്ട്? സൗഖ്യല്ലേ? സൗഖ്യം മാത്രമല്ല, ഇതിന്റെ ഒരു ഈ അമ്പലത്തിന്റെ ഒരു ഇതൊന്ന് പറഞ്ഞു തരാമോ? എനിക്കറിയില്ല, അത് അറിയുന്നവരോട് ചോദിച്ചു. അയ്യോ, ശരി എന്നാ. വീഡിയോ